ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരോമൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. ഓവർസിയർ ലെവൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു 3 വീഡിയോസായിട്ട് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത 1-2 ടോപ്പിക്സ് പഠിച്ച വിദ്യാർത്ഥികൾ അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട്. സോ അത് ഇൻക്ലൂഡ് ചെയ്ത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇന്നിവിടെ നാം പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കൂടാതെ ഇനി നമ്മുടെ മുന്നിലുള്ള എക്സാം എന്ന് പറയുന്നത് ജനുവരി 8-ന് 37/2020 കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KLDC തേർഡ് ഗ്രേഡ് ഓവർസിയർ പോസ്റ്റിലോട്ടുള്ള എക്സാമാണ്. സോ അതിന് തേർഡ് ഗ്രേഡ് ഓവർസിയർ ലെവൽ എക്സാം ആയതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോസും മാക്സിമം യൂസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സ്റ്റാൻഡേർഡിൽ ഏത് ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. പുതിയതായിട്ട് അങ്ങനെ പുതിയ ടോപ്പിക്സിൽ നിന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ ഉള്ള സമയം മാക്സിമം പഠിച്ച് എക്സാം എഴുതാൻ നോക്കുക. സോ നമ്മൾ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, പോർഷൻസിലോട്ട് കിടക്കാം നമുക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ലെറ്ററിംഗ് ആണ്. മുന്നിലത്തെ വീഡിയോയിൽ ലെറ്ററിംഗ് ആൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുന്നൊരു ഹെഡിങ്ങിൽ നമ്മൾ ഡയമെൻഷനിങ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ലെറ്ററിംഗ് അന്ന് വിട്ടുപോയിട്ടുണ്ട്. സോ ലെറ്ററിംഗ് ഡിസ്കസ് ചെയ്യാം. പിന്നെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. പക്ഷേ ഈ ലൈൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലും പ്ലെയിനിലും വിത്ത് റെസ്പെക്റ്റ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് പല സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് ലൈൻ വേണമെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും പാരലായിട്ട് വരാം, പെർപെൻഡിക്കുലറായിട്ട് വരാം. അങ്ങനെ അതിൽ അന്ന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ, അതായത് ലൈൻ ഹൊറിസോണ്ടലിനും പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് അന്ന് ഡിസ്കസ് ചെയ്തില്ല. സോ അതൊന്ന് പറഞ്ഞു തരാം. പിന്നുള്ളത് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഒന്നും നമ്മുടെ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരുപാടൊന്നും വേണ്ട, 1-2 പോയിൻറ്റ്സ് മാത്രം മതി. അതുകൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഏറെക്കുറെ കംപ്ലീറ്റ് ആവും. സോ നമുക്ക് പോർഷൻസിലോട്ട് കിടക്കാം. സോ ഗൈസ്, ലെറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് ഓഫ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പർട്ടിക്കുലേഴ്സ് ഓൺ എ ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഈസ് കോൾഡ് ലെറ്ററിങ്. അതായത് നമ്മളൊരു ഡ്രോയിങ് ഷീറ്റിൽ എന്തെങ്കിലും വരച്ചിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അതിന് എഴുതുന്നതിനെയാണ് നമ്മൾ ലെറ്ററിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ടേമാണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്. സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും, ഒരു പേന കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ ഉയർത്താതെ അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ എഴുതുന്നതിനെയാണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്ന്. ആക്ച്വലി സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് the width or thickness of letters and numerals is equal to the thickness of line produced by tip of pen or pencil. അതായത് ഒരു പേനയുടെ പെൻസിലിൻ്റെയോ ടിപ്പിൻ്റെ തിക്നെസ് തന്നെ ആയിരിക്കണം ആക്ച്വലി നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സിൻ്റെയോ ന്യൂമറൽസിൻ്റെയോ ഓരോ ലൈനിൻ്റെയും തിക്നെസ്. അതിനെയാണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ എഴുതുന്നതിനെ അല്ല സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ലെറ്ററിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുള്ളതാണ്. ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ഹൈറ്റ്. സ്ഥിരം PSCക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ ന്യൂമറൽസ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഹൈറ്റ് വെച്ചിട്ടാണ്. ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ഹൈറ്റ്. അത് ഒരിക്കലും മറക്കരുത്. ഓക്കെ. ഡിപ്പെൻഡിങ് ഓൺ ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് തിക്നെസ് ഓഫ് ലൈൻ 2 ടൈപ്സ് ഓഫ് ലെറ്ററിങ് ആർ ദെയർ. ഡിപ്പെൻഡിങ് ഓൺ ആ റേഷ്യോയെ ഡിപ്പെൻഡ് ചെയ്ത് 2 ടൈപ്പിലുള്ള ലെറ്ററിങ് ഉണ്ട്. ലെറ്ററിങ് എയും ലെറ്ററിങ് ബിയും. എന്താണ് ലെറ്ററിങ് എ എന്ന് നോക്കാം. റേഷ്യോ ഓഫ് D/H. D എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ലൈനും H എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്ററുമാണ്. അപ്പോൾ ആ D/H റേഷ്യോ എന്ന് പറയുന്നത് 1/14 ആണെങ്കിൽ അതിനെ ലെറ്ററിങ് എ എന്നും, ലെറ്ററിങ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ D/H എന്ന് പറയുന്നത് 1/10 ആണെങ്കിൽ അതിനെ ലെറ്ററിങ് ബി എന്നും പറയും. ഓക്കെ. ഇതിൽ ലെറ്ററിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണിത്. അതായത് ഒന്ന് ഓർത്തിരിക്കേണ്ടത്, ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈറ്റ് അനുസരിച്ചിട്ടാണ്. കൂടാതെ ലെറ്ററിങ് എയും ലെറ്ററിങ് ബിയും എന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. ഈ റേഷ്യോ അറിഞ്ഞിരിക്കണം. D/H 1/14 ആണെങ്കിൽ ലെറ്ററിങ് എയും, 1/10 ആണെങ്കിൽ ലെറ്ററിങ് ബിയും. ലെറ്ററിങ്ങിൽ അത്രയും പോർഷൻസ് അറിഞ്ഞിരുന്നാൽ മതി PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം. അടുത്ത നമുക്ക് പ്രൊജക്ഷൻസ് നോക്കാം. പ്രൊജക്ഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. എന്നാലും ഒന്നും കൂടെ പറഞ്ഞിട്ട് ലൈനിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് പഠിക്കാം. പ്രൊജക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് പ്രൊജക്ഷനിൽ മാത്രമല്ല എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ക്വാഡ്രൻറ്റ്.
ഗ്രാഫിക്സിൽ മാത്രമല്ല നമ്മുടെ സർവേയിങ്ങിലും ഉണ്ട് ഈ പറയുന്ന ക്വാഡ്രൻ്റ് ഏത് പൊസിഷനിൽ വരുമെന്ന്. ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ക്വാഡ്രൻ്റ് മാർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് വരുന്നത് ഫസ്റ്റിലും ദെൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. എന്നാൽ സർവേയിങ്ങിലാണെങ്കിൽ ക്ലോക്ക് വൈസ് പോകും. അതായത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് കഴിഞ്ഞിട്ട് നേരെ താഴെയായിരിക്കും സെക്കൻഡ് ക്വാഡ്രൻ്റ് വരുന്നത്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സെക്കൻഡ് ക്വാഡ്രൻ്റ് വരുന്നത്. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റും ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെയിം ആയിട്ട് തന്നെ നിൽക്കും. പ്രൊജക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ, റെഫറൻസ് ലൈൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഇതൊക്കെ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാം. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് HP വെച്ചിട്ടാണ്. ദ വ്യൂ ഒബ്റ്റൈൻഡ് ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ് പ്ലാൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആ ഒരു പ്ലെയിനെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൽ വീഴുന്ന ആ ഒരു ഇമേജ് അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് പ്ലാൻ എന്നാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വയ്ക്കുകയാണെങ്കിൽ ടോപ്പിൽ നിന്ന് ഒരു ലൈറ്റ് അടിക്കുമ്പോൾ ആ ഹൊറിസോണ്ടലായിട്ടുള്ള പ്ലെയിനിൽ ആ ഇമേജിൻ്റെ ഷാഡോ വീഴും. അതിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. എലിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും. വെർട്ടിക്കൽ പ്ലെയിനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഇമേജിനെയാണ് എലിവേഷൻ എന്ന് പറയുന്നത്. കൂടാതെ സൈഡ് വ്യൂ എന്ന് പറയുന്നതുണ്ട്. അതിനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത്. റെഫറൻസ് പ്ലെയിനിലാണ് ഈ പറയുന്ന റെഫറൻസ് പ്ലെയിൻ അല്ല, പ്രൊഫൈൽ പ്ലെയിനിലാണ് സൈഡ് വ്യൂ കിട്ടുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഈ പ്രൊഫൈൽ പ്ലെയിൻ. അതിലാണ് സൈഡ് വ്യൂ കിട്ടുന്നത്. റെഫറൻസ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഈ പറയുന്ന റെഫറൻസ് ലൈൻ. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് XY ലൈൻ വെച്ചിട്ടാണ് റെഫറൻസ് ലൈൻ ഡിനോട്ട് ചെയ്യുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോമെട്രിക്കൽ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ obtained on the plane of projection when the projectors are parallel to each other and perpendicular to the plane of projection. ഞാൻ പറഞ്ഞ കണക്ക് ഒരു വെർട്ടിക്കൽ പ്ലെയിനിന് ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ ഒരു ലൈറ്റ് ഈ ഒബ്ജക്റ്റിന് നേരെ പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ റേസ് പാസ് ചെയ്യുന്നത് പാരലായിട്ടായിരിക്കും. കൂടാതെ ആ വെർട്ടിക്കൽ പ്ലെയിനിന് ഈ ലൈറ്റ് റേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നേരെയുള്ള ഇമേജ് തന്നെ ആയിരിക്കും ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നത് നമുക്ക് എലിവേഷൻ ആണെന്നറിയാം. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ് റേസ് പാരലായിരിക്കുകയും ചെയ്യും, ആ വെർട്ടിക്കൽ പ്ലെയിനിന് ഈ ലൈറ്റ് റേസ് പെർപെൻഡിക്കുലർ ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്ന പ്രൊജക്ഷനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓർത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്. സോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആ രീതിയിലുള്ള പ്രൊജക്ഷൻ ആയിരിക്കും. ഇത്രയും ടേംസ് ആണ് നമ്മൾ പ്രൊജക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് നമുക്ക് നോക്കാം. ഒരു ലൈൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിനെയും വെർട്ടിക്കൽ പ്ലെയിനിനെയും വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ആ ലൈൻ നമുക്ക് പല രീതിയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതായത് എ ലൈൻ ഇൻ സ്പേസ് ക്യാൻ പ്ലേസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞു, വെർട്ടിക്കൽ പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞു, റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. ആ പ്രൊഫൈൽ പ്ലെയിൻ രണ്ട് പ്ലെയിനിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു പ്ലെയിനാണ് പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രൂ ലെങ്ത്, അതായത് ഒരു ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും പാരലായിട്ട് വരുന്നൊരു കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലെയിനിന് പാരലായിട്ട് വരുമ്പോൾ ആ പ്ലെയിനിൽ വീഴുന്ന ആ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും. ഒരു ലൈൻ ഒരു പ്ലെയിനിന് പാരലായിട്ടിരിക്കുമ്പോൾ ആ പ്ലെയിനിലോട്ട് വീഴുന്ന ലൈൻ അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ആ ഇമേജ് ട്രൂ ലെങ്ത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒന്ന് ചരിച്ച് വെച്ചിട്ട്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ആ ഒരു ലൈൻ, ഒരു ലൈറ്റ് ഒരു ചരിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൻസിലിൽ ലൈറ്റ് അടിക്കുമ്പോൾ ആ വീഴുന്ന ഷാഡോ കിട്ടുന്ന ആ പെൻസിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, ചുരുങ്ങിയിരിക്കും. അത് ഇൻകറക്റ്റ് ലെങ്ത് ആണ്, ട്രൂ ലെങ്ത് അല്ല. ഒരു പ്ലെയിനിന് പാരലായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പാരലായിട്ടിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് പ്ലാനിൽ കിട്ടുന്നതാണ്, ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് പ്ലാൻ വ്യൂ. ആ പ്ലാൻ വ്യൂയിലും എലിവേഷനിലും കിട്ടുന്നത് ട്രൂ ലെങ്ത് ആണ് ഈ കേസിൽ. ആ ഫസ്റ്റ് പറഞ്ഞ കേസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു കേസാണ്, അതായത് ലൈൻ പാരലൽ ടു വൺ പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻഡ് ടു അനദർ. ഒരു പ്ലെയിനിന് പാരലും മറ്റേ പ്ലെയിനിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എനി വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻഡ് ടു അനദർ, ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദാറ്റ് പ്ലെയിൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് പാരലൽ വിൽ ഷോ ട്രൂ ലെങ്ത്. അത് ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു ലൈൻ ഒരു പ്ലെയിനിന് പാരലായിട്ടാണെങ്കിൽ ആ പ്ലെയിനിലോട്ട് വീഴുന്നത് അതിൻ്റെ ട്രൂ ലെങ്ത് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദാറ്റ് പ്ലെയിൻ
ടു വിച്ച് ഇറ്റ് പാരലൽ വിൽ ഷോ ട്രൂ ഇൻക്ലിനേഷൻ. അതായത് ആ ട്രൂ ലെങ്ത് കിട്ടുന്ന ആ പ്ലെയിനിൽ കിട്ടുന്ന ഇൻക്ലിനേഷനും ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും. ഓക്കെ. കൂടാതെ തന്നെ ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ അതർ പ്ലെയിൻ, അതായത് ഏത് പ്ലെയിനിലാണോ പാരലായിട്ട് വെച്ചിരിക്കുന്നത് ആ പ്ലെയിനിൽ ട്രൂ ലെങ്തും കിട്ടും, മറ്റേ പ്ലെയിനിൽ അത് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കും. ആ പ്ലെയിനിൽ കിട്ടുന്നത് അതിൻ്റെ ട്രൂ ലെങ്ത് ആയിരിക്കത്തില്ല, ലെങ്ത് കുറഞ്ഞിരിക്കും. അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനിൽ ഒരു ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ കിട്ടുന്നത് ലെങ്ത് കുറവായിരിക്കും. ഓക്കെ. ഇതെങ്ങനെയാണെന്ന് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫിഗർ ഷോസ് എ ബി എന്ന് പറയുന്ന ലൈൻ സിറ്റുവേറ്റഡ് ഓൺ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ദ ലൈൻ ഈസ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻഡ് ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലുമാണ്, വെർട്ടിക്കൽ പ്ലെയിനിൽ ഇൻക്ലൈൻഡുമാണ്. ഓക്കെ. ഈ കേസിൽ ആസ് ദ ലൈൻ ഈസ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പാരലൽ ആയതുകൊണ്ട് ഇറ്റ്സ് ടോപ്പ് വ്യൂ ഹാസ് ലെങ്ത് ഈക്വൽ ടു ദ ട്രൂ ലെങ്ത് ഓഫ് ലൈൻ. ടോപ്പ് വ്യൂവിൽ കിട്ടുന്നത് പ്ലാൻ ആയിരിക്കും, അതിൽ കിട്ടുന്നത് ട്രൂ ലെങ്ത് ഓഫ് ലൈൻ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലാണ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ആസ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വെർട്ടിക്കൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിനിൽ ഇൻക്ലൈൻഡ് ആണ്. ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ ഹാസ് എ ലെങ്ത് ഷോർട്ടർ ദാൻ ട്രൂ ലെങ്ത്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കണ്ട് എ ഡാഷ് ബി ഡാഷ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതെന്ന് പറയുന്നത് ഷോർട്ടർ ലെങ്ത് ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ ഒരു ലൈൻ ഇൻക്ലൈൻഡും പാരലും ഉള്ള കേസ് എന്ന് പറയുന്നത്. പാരലാണെങ്കിൽ ആ പ്ലെയിനിൽ വീഴുന്ന ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും. ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഷോർട്ടർ ലെങ്ത് ആയിരിക്കും. എപ്പോഴും ലോങ്ങർ ആയി പോകത്തില്ല, എപ്പോഴും ഷോർട്ടർ ലെങ്ത് ആയിരിക്കും. അവസാനത്തെ പോർഷനാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ അങ്ങനെ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ടോപ്പിക്ക്, അതായത് കുറച്ച് പോയിന്റ്സ് മാത്രം നമുക്ക് പഠിക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ലൈൻ ഓഫ് റേസ് പാരലൽ ആയിരിക്കും. അതായത് ഒരു ഒബ്ജക്റ്റിൽ വന്ന് പതിക്കുന്ന ലൈൻസ്, റേസിൻ്റെ ലൈൻസ് പാരലൽ ആയിരിക്കും. കൂടാതെ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിനിന് ഈ ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റേസ് ചേർന്നാണല്ലോ ഒരു ലൈറ്റ്. ആ ലൈറ്റ് റേസ് പാരലായിരിക്കും. കൂടാതെ വന്ന് പതിക്കുന്ന നമുക്ക് കിട്ടുന്ന ഇമേജ് കിട്ടുന്ന ആ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ രീതിയിലുള്ള ഒരു പ്രൊജക്ഷനാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഈസ് ആൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് on the vertical plane of projection in which the transparent cube containing the object is tilted in such a way that its three mutually perpendicular edges make an equal angle with the plane of projection. ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ, അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു ക്യൂബിന് ഉള്ളിൽ ഇരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യണം. ആ ക്യൂബിനുള്ളിലിരിക്കുന്ന ഒബ്ജക്റ്റ്, ക്യൂബ് ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ ഒരു 30 ഡിഗ്രി ആംഗിളിൽ ടിൽറ്റ് ചെയ്യും. ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടിൽറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലിരിക്കുന്ന ആ ഒബ്ജക്റ്റും ടിൽറ്റ് ആവും. അപ്പോൾ ആ ഒരു ടിൽറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ ആ പ്രൊജക്ഷൻ ആ പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രൊജക്ഷനെയാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആ ക്യൂബിൻ്റെ സൈഡ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് ആ പ്ലെയിനിന് ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും. അതായത് 120 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്. ആ മൂന്ന് ആക്സിസ് എന്ന് പറയുന്നത് ആ ക്യൂബിൻ്റെ 3 എഡ്ജസ് ആയിരിക്കും. ആ 3 എഡ്ജസും ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്നത് 120 ഡിഗ്രി ആയിരിക്കും. 3 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട 4 പോയിൻ്റാണ്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഓൾ ഡയമെൻഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു 81.6%. എല്ലാ ഡയമെൻഷനും റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് 81.6% റെഡ്യൂസ് ചെയ്തിരിക്കും. ഓക്കെ. കൂടാതെ ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓൾ ഒബ്ജക്ട്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ ലൈൻ ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ. കൂടാതെ ഹെൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഡ്ജസ് ഇൻ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ വിൽ ഈക്വൽ ടു 120 ഡിഗ്രി. അത് നമ്മൾ പറഞ്ഞാണ്. 3 ആക്സിസ് ആണുള്ളത്. ആ ആക്സിസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. കൂടാതെ റേഷ്യോ ഓഫ് ഐസോമെട്രിക് ലെങ്ത് ടു ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 0.816 ആണ്. ആ 0.816 കിട്ടിയിരിക്കുന്നത് cos 45/cos 30 ആണ്. ഇത്രയും പോയിന്റ് അറിഞ്ഞിരുന്നാൽ മതി PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നിന്ന്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.